പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ രാവിലത്തെ കാപ്പിക്കുണ്ടായിരുന്ന മെയിൻ ഒരു ഐറ്റമായിരുന്നു പുട്ടും പപ്പടവും ചെറുപയർ കറിയും. അപ്പോൾ അതാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ തലേ ദിവസം തന്നെ കുറച്ച് ചെറുപയറെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ആയപ്പോൾ കുതിർന്ന് നല്ല സെറ്റപ്പായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ നല്ലപോലെ കഴുകിയെടുത്തു, ഒരു പാത്രത്തിലോട്ട് ഇട്ടു. ഒരു സവോള ചെറുതായിട്ട് നീളത്തിലരിഞ്ഞതും പിന്നെ കുറച്ച് ഉപ്പും ഇട്ട് നമ്മൾ കുക്കറിലോട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് നേരെ എടുത്ത് അടുപ്പിലോട്ട് വെച്ച് വേവിക്കാൻ വെച്ചു. അതിനുശേഷം നമ്മളൊരു ചീനച്ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ചു, കുറച്ച് കടുകിട്ട് പൊട്ടിച്ചു. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ടു. പിന്നെ നമ്മൾ ആ കറിവേപ്പിലയൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോഴേക്കും കുറച്ച് ഉണക്കമുളക് നമ്മൾ കീറി അങ്ങോട്ട് ഇട്ടു. ഒരു 3-4 ഉണക്കമുളക് ഉണ്ടായിരുന്നു, അവനെയും കൂടെ കീറി അങ്ങോട്ട് ഇനി അതൊന്ന് മൂത്ത് വരണം. ഈ സമയം നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് തല്ലിച്ചതച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അടുത്തായിട്ട് അവനെയാണ് നമ്മൾ ഇടാൻ പോകുന്നത്. അതാ നമ്മൾ ആ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ ചതച്ചത് നമ്മളത് എണ്ണയിലോട്ട് ഇട്ടു. ഇനി നമുക്ക് അവനെ ഒന്ന് വഴറ്റി ഇങ്ങെടുക്കാം. ഒരു മീഡിയം പരുവത്തിലാകുമ്പോൾ തന്നെ നമുക്ക് മസാലയൊക്കെ ഇടാം. മസാല ഒരുപാടൊന്നും ഇല്ല, നമുക്ക് മുളക് പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടാൽ മതി. അതെല്ലാം കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഇങ്ങെടുക്കാം. അപ്പോൾ എല്ലാം കൂടെ ഇട്ട് നമ്മൾ മിക്സ് ചെയ്തിങ്ങെടുത്തു. ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചു. അപ്പോൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് ഒന്ന് തിളയ്ക്കണം. തിളച്ച് കഴിഞ്ഞ് നമുക്ക് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ നേരെ അങ്ങോട്ട് തട്ടുക. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചു. ഇനി നമുക്ക് ഒന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ മസാല എല്ലാം കൂടെ റെഡി ആയിട്ട് നമ്മൾക്കിനി ഇത് വെള്ളമെല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ അങ്ങോട്ട് തട്ടുവാണേ. അപ്പോൾ നമ്മളത് ഉള്ളിയും എല്ലാം ഇട്ട് നമ്മൾ വേവിച്ചെടുത്ത ചെറുപയറാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് ഏകദേശമൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിതാ അതിൻ്റെ മുകളിലോട്ട് നമുക്കൊരു പച്ച വെളിച്ചെണ്ണ ഒരു സ്പൂണ് നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ. അപ്പോൾ നമ്മൾ അതിന് ശേഷം നമ്മളത് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടു. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. ഏകദേശം തിളയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കൊന്ന് മൂടി വെച്ച് ഓഫ് ചെയ്ത് അവിടെ വെക്കാം. അതിനുശേഷം നമുക്ക് പുട്ടുണ്ടാക്കാൻ പോകാം. അപ്പം നമ്മൾ പുട്ടുണ്ടാക്കാനായിട്ട് മാവൊക്കെ ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്, തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുകുറ്റിയിലോട്ട് നേരെ ഇടാം കേട്ടോ. ആദ്യമേ നമ്മൾ തേങ്ങ ഇട്ടു, തേങ്ങ ഇടുന്നതിന് ചില്ലിടണം കേട്ടോ. ചില്ലൊക്കെ ഇട്ടതിന് ശേഷം തേങ്ങ ഇട്ടു. തേങ്ങ ഇട്ടതിന് ശേഷം നമ്മൾ പുട്ടിന് കുഴച്ച് വെച്ചേക്കുന്ന മാവ് അങ്ങോട്ടിട്ട് ഗോതമ്പ് പുട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഗോതമ്പ് പുട്ടിന് നമ്മളിത് മാവൊക്കെ എടുത്തിട്ടു. അതിനുശേഷം വീണ്ടും നമ്മൾ തേങ്ങ ഇട്ട് ഏകദേശം സെൻട്രലാവുന്ന പരുവത്തിലാണ് നമ്മൾ പുട്ട് ഇങ്ങനെ ഇടുമ്പോഴേക്കും തേങ്ങ സെൻട്രലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ മാവൊക്കെ ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം ഏറ്റവും ടോപ്പിലായിട്ട് നമ്മൾ വീണ്ടും കുറച്ച് തേങ്ങയും കൂടെ വെച്ച് കൊടുക്കുന്നു. ഇനി നമുക്ക് നേരെ കുക്കറിലോട്ട് എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം റെഡിയായി. ഇനി അതിൻ്റെ മൂടിയും കൂടെ വെച്ചതിന് ശേഷം നമ്മൾ കുക്കറിലോട്ട് എടുത്ത് വെക്കുവാണ്. അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ അടപ്പ് വെച്ചു. ഇനി നമ്മൾ നേരെ കുക്കറിലോട്ട് എടുത്ത് വെക്കാൻ പോകുന്നു. അപ്പം കുക്കറിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൽ എയറൊക്കെ വന്നു. ഇനി നമ്മൾ നേരെ പുട്ടെടുത്തിടുകയാണ്. ഒരു കുറ്റി പുട്ട് അടിപൊളിയായിട്ട് നമുക്ക് ഗോതമ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ലാവി പറക്കുന്ന നല്ല ഡിപ്പൻ ഗോതമ്പ് പുട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ പുട്ടിലൂടെ കഴിഞ്ഞാൽ പപ്പടം കൂടെ റെഡിയാക്കിയാലോ. അപ്പോൾ നമ്മളിത് പപ്പടം വറക്കാൻ പോവുകയാണ്. അപ്പോൾ പപ്പടം നമ്മൾ വറുത്തുകൊണ്ടേയിരിക്കുന്നു. അടിപൊളിയായിട്ട് നമ്മൾ പപ്പടവും കൂടെ വറുത്തിട്ട് നമ്മളൊരു പിടുത്തം പിടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുട്ടുമായി പപ്പടവുമായി നമ്മുടെ ചെറുപയർ കറി ഏകദേശം റെഡി ആയിട്ടുണ്ടാവും. ഇപ്പം ആവിയിലൊന്നും കൂടെ സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് പുട്ട് കഴിക്കാനുള്ള പരിപാടികളൊക്കെ നോക്കാം. അപ്പം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു പ്ലേറ്റ് എടുക്കുന്നു, പുട്ടെടുത്ത് വെക്കുന്നു, കറി ഒഴിക്കുന്നു, പപ്പടം എടുക്കുന്നു. ഇനി നമ്മൾ പോയി കഴിക്കാൻ പോവുകയാണ്. ഇപ്പം നമ്മുടെ പഴയകാല ഓർമ്മകൾ ഏവർക്കുന്ന പുട്ടും പപ്പടവും ചെറുപയർ കറിയും ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ എന്നറിയില്ല. എന്തായാലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ സ്വന്തം ചാനലായ ടോണിച്ചേട്ടൻ വ്ലോഗ്സ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് അടിക്കുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.